അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 120-ാം വചനം മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിയ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലൈൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസ്വീർ. വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ. യഹൂദികളും ക്രിസ്ത്യാനികളും നിങ്ങളെ തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിയ മില്ലത്തഹും, നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. കുൽ പറയണം, ഇന്ന ഹുദല്ലാ, നിശ്ചയം അല്ലാഹുവിൻ്റെ സന്മാർഗം, ഹുവൽ ഹുദ, അത് തന്നെയാണ് സന്മാർഗം. വലൈനി തബഅത അഹ്വാഅഹും, നീയെങ്ങാനും അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി, വ്യക്തമായ അറിവ് നിങ്ങൾക്ക് കിട്ടിയ ശേഷം, മാലക്ക, നിങ്ങൾക്കുണ്ടാകില്ല, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, മിൻ വലിയും വലാ നസീർ, ഒരു രക്ഷകനോ സഹായിയോ താങ്കൾക്കുണ്ടാവുകയില്ല. യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും മതം താങ്കൾ പിൻപറ്റി നടക്കുന്നത് വരെ അവർ താങ്കളെക്കുറിച്ച് തൃപ്തരാവുകയില്ല. തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗദർശനമാകുന്നു യഥാർത്ഥ മാർഗദർശനം എന്ന് താങ്കൾ പറയണം. അറിവ് ലഭിച്ചതിന് ശേഷം താങ്കൾ അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്ന പക്ഷം അള്ളാഹുവിങ്കിൽ നിന്ന് യാതൊരു രക്ഷകനും സഹായിയും താങ്കൾക്കുണ്ടാവുകയില്ല. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, നിശ്ചയം വേദം നൽകപ്പെട്ടവരെ, യത്ലൂനഹു, അതിനെ പാരായണം ചെയ്യുന്നു, ഹഖ്ക തിലാവത്തി, മുറപ്രകാരം പാരായണം ചെയ്യുന്നു. ഉലൈക യുഅ്മിനൂന ബിഹി, അവർ അതിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. വമൻ യക്ഫുർ ബിഹി, ആരെങ്കിലും അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. നാം ആർക്ക് വേദം നൽകുകയും എന്നിട്ടത് മുറപ്രകാരം പാരായണം ചെയ്യുകയും ചെയ്യുന്നുവോ അവർ അതിൽ വിശ്വസിക്കുന്നു. ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. യാ ബനീ ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നീ ഫളൽതുക്കും അലൽ ആലമീൻ. യാ ബനി ഇസ്രായേലേ, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. വഅന്നീ, നിശ്ചയം ഞാൻ, ഫളൽതുക്കും അലൽ ആലമീൻ, ലോകത്തുള്ളവരിൽ വെച്ച് നിങ്ങളെ ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നു. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്ത എൻ്റെ അനുഗ്രഹത്തെയും ലോകത്തുള്ളവരിൽ വെച്ച് ഞാൻ നിങ്ങളെ ഉത്കൃഷ്ടരാക്കിയതിനെയും നിങ്ങൾ ഓർക്കണം. അത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ശഫാഅ വലാ ഹും യുൻസറൂൻ. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ, ഒരു ദിവസത്തെ, ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരു ശരീരവും മറ്റൊരു ശരീരത്തെ ഒരു വിധത്തിലും മതിയാകാത്തതും, വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ, അവരിൽ നിന്ന് യാതൊരു ദണ്ഡവും സ്വീകരിക്കപ്പെടാത്തതും, വലാ തൻഫഉഹാ ശഫാഅ, അവർക്കൊരു ശുപാർശയും സ്വീകരിക്കപ്പെടാത്തതുമായ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വലാ ഹും യുൻസറൂൻ, ആ ദിവസത്തിൽ അവർ സഹായിക്കപ്പെടുന്നതുമല്ല. ഒരാൾ മറ്റൊരാളുടെ ബാധ്യത ഒരു വിധത്തിലും നിറവേറ്റാത്തതും
ഒരാളിൽ നിന്നും പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടാത്തതും ഒരാൾക്കും ശുപാർശ പ്രയോജനപ്പെടാത്തതും തങ്ങൾ സഹായിക്കപ്പെടാത്തതുമായ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാതിൻ വഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല വമിൻ ദുരിയതി ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു, ഇബ്രാഹിമിനെ തൻ്റെ രക്ഷിതാവ് പരീക്ഷിച്ച സന്ദർഭം. ബിക്കലിമാത്തിൻ, ചില വാക്കുകളെ കൊണ്ട്, വാത്തമ്മഹുന്ന, അദ്ദേഹം അത് പൂർത്തിയാക്കി. കാല, അല്ലാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ നിന്നെ ജനങ്ങളുടെ ഇമാമാക്കിയിരിക്കുന്നു. കാല, അദ്ദേഹം പറഞ്ഞു, മിൻ ദുരിയത്തി, എൻ്റെ മക്കളിൽ നിന്നും. കാല, അല്ലാഹു പറഞ്ഞു, ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, എൻ്റെ ഉടമ്പടി അക്രമികൾക്ക് ബാധകമല്ല. ഇബ്രാഹിം നബിയെ തൻ്റെ നാഥൻ ചില കൽപ്പനകൾ മൂലം പരീക്ഷിക്കുകയും അദ്ദേഹം അത് പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്ത സന്ദർഭം. തീർച്ചയായും ഞാൻ താങ്കളെ ജനങ്ങൾക്ക് നേതാവാക്കിയിരിക്കുകയാണ് എന്ന് അവൻ പറഞ്ഞു. എൻ്റെ സന്തതികളിൽ നിന്നും ജനങ്ങൾക്ക് നേതാക്കളെ നിയോഗിക്കണമേ എന്ന് അദ്ദേഹം അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ നിശ്ചയം അക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംനാ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ അൻ തഖിറാ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. വഇദ് ജഅൽനൽ ബൈത, നാം ആ ഭവനത്തെ ആക്കിയ സന്ദർഭം, മസാബത്തൻ ലിന്നാസി, ജനങ്ങൾക്കുള്ള ഒരു പ്രതിഗമന സ്ഥലം, വ അംന, നിർഭയ സങ്കേതവുമായി, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, ഇബ്രാഹിം നിന്ന സ്ഥാനത്ത് നിങ്ങൾ നിസ്കാര സ്ഥലമാക്കുക. വ അഹിദ്നാ ഇലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് നാം കൽപ്പിച്ച് ഉത്തരവാദിത്തപ്പെടുത്തി. വ ഇസ്മായിൽ, ഇസ്മായിലിനും അൻ തഖിറാ ബൈതിയ, ഈ ഭവനത്തെ സൂക്ഷിച്ച് അല്ലെങ്കിൽ വൃത്തിയാക്കി വെക്കാൻ, ലിത്വാഇഫീന, തവാഫ് ചെയ്യുന്നവർക്ക്, വൽ ആകിഫീന, ഈതികാഫിരിക്കുന്നവർക്കും, വറുക്കഇ സുജൂദ്, സുജൂദും റുക്കൂവും ചെയ്യുന്നവർക്കും വേണ്ടി നാം ആ ഭവനത്തെ ജനങ്ങൾക്കുള്ള ഒരു പ്രതിഗമന സ്ഥലവും നിർഭയ സങ്കേതവുമായി നിശ്ചയിച്ച സന്ദർഭം. ഇബ്രാഹിം നബി നിന്ന സ്ഥാനത്ത് നിങ്ങൾ നിസ്കാര സ്ഥലമാക്കുക. പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഈത്തിക്കാഫിരിക്കുന്നവർക്കും റുക്കൂ ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും അഥവാ നിസ്കരിക്കുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നിങ്ങൾ പരിശുദ്ധമാക്കി വെക്കുക എന്ന് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും നാം കൽപ്പിച്ച് ഉത്തരവാദിത്തപ്പെടുത്തി. ഈ ആയത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനെ പ്രചരിപ്പിക്കാനും അതുവഴി വിജയിക്കാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഖുർആൻ പ്രചരണത്തിനുള്ള വീഡിയോ സംബന്ധമായ പ്രായോജകർ സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. ഇത് മലഞ്ചരക്ക് ബിസിനസ്സിലാണ് ഈ കമ്പനി ശ്രദ്ധിക്കുന്നത്. വലിയ തോതിൽ ബിസിനസ് നടക്കുന്ന, മലഞ്ചരക്ക് ബിസിനസ്സുകൾ നടത്തുന്ന ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ പാർട്ട്ണർഷിപ്പ് എടുത്തു വരുന്നുണ്ട്. പ്രതിമാസം തരക്കേടില്ലാത്ത രൂപത്തിൽ വരുമാനം ഏൺ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക്
വളരെ നല്ല ഒരു പദ്ധതിയാണ് ഇത്. അതിന് താല്പര്യമുള്ളവർ ഇവിടെ കൊടുക്കുന്ന നമ്പർ 790 733 47 92 ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് അതിൻ്റെ പങ്കാളികളാവുക. ആ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു പങ്കാളിത്ത ബിസിനസ് രീതിയാണ്. അതിൽ മുതൽ മുടക്കുന്നതിന് അനുസൃതമായി നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടും. അതിൻ്റെ പുറമെ മാസം മാസം ഒരു നിശ്ചയ വരുമാനം കിട്ടും. എങ്ങനെയായാലും ഒരു 15,000 ഉറുപ്പ്യ മുടക്കിയിട്ട് മിനിമം 15,000 ഉറുപ്പ്യാന്ന് അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ ചാർജ് നിങ്ങൾ പേപ്പറിലൊക്കെ കാണലുണ്ടാവും. അപ്പോൾ അങ്ങനെ ചേർന്നാലേ നമുക്ക് മാസം ഒരു ശരാശരി 1,000 ഉറുപ്പ്യേൻ്റെ അടുത്തൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാവരും അതിന് സഹകരിക്കണം. അസ്സലാമു അലൈക്കും.